we the students of Hacker Design School created a short film festival that spoke out. 4 groups, 7 days. Our ideas into scripts, scripts into visuals, and visuals into stories. Yes, we did it all. We can't even put into words how fun and experiential this journey has been. ഞങ്ങളുടെ ഈ 6 മാസത്തെ ജേണിയിൽ we have done many projects like Design Galleria, Project Valiyaram, and finally the Rangam Film Festival. ഹാക്ക ഡിസൈൻ സ്കൂളിലെ ക്രിയേറ്റീവ് ഡിസൈൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ്ലൈൻ പ്രോഗ്രാമിൽ എഫ്ര ആൻഡ് അക്കീറ ബാച്ചസ് കമ്പൈൻഡ് ആയിട്ട് ചെയ്ത ഫൈനൽ പ്രോജക്റ്റ് ആയിരുന്നു രംഗം ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്തുകൊണ്ട് ഫൈനൽ പ്രോജക്റ്റ് ആയി കൊടുത്തു എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ തന്നെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ സ്റ്റുഡൻസിന് പ്രോജക്റ്റ് കൊടുക്കണമെന്ന് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് വലിയൊരു ടീം വേണം. അപ്പോൾ 2 ബാച്ചസിനെ വെച്ചിട്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ എഫ്ര അക്കീറയ്ക്ക് ആ പ്രോജക്റ്റ് കൊടുത്തത്. ഞാൻ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് തന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എങ്ങനെ തുടങ്ങണ്ടേ, എവിടുന്നാ തുടങ്ങണ്ടേ ഒന്നും അറിയില്ലേനു. ഒരു ഫുൾ ഫിലിം ഫെസ്റ്റിവൽ നടത്തുക, അതൊരു 4 ഷോർട്ട് ഫിലിംസ് ഷോക്കേസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഒരാഴ്ചനുള്ളിൽ നിന്ന് ഫുള്ള് നമ്മൾ നടത്തണം. ഫുള്ള് പ്ലാൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് അടിപൊളി പരിപാടിയാക്കി മുന്നിൽ കൊണ്ടുവരുന്നതിന്. ഞാൻ ആക്ച്വലി ഫിലിം ഫെസ്റ്റിവലൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ എങ്ങനെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഇതിൽ ഡിസൈൻസിൻ്റെ റോൾ എന്താണെന്ന് എനിക്ക് വലിയ ക്ലാരിറ്റി ഇല്ല. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇതിൻ്റെ മൂവി പോസ്റ്റേഴ്സ് ചെയ്യുക, അത് ഔട്ട് വിട്ടിട്ട് പ്രൊമോഷൻ ചെയ്ത് അതായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയൊന്നും അല്ല, ഇതിന് വേറൊരു ബിഗ് പ്രോസസ്സ് തന്നെ ഉണ്ട്. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് കുറച്ച് നല്ല രീതിക്ക് കഷ്ടപ്പാടുള്ളൊരു പരിപാടി തന്നെയാണെന്നുള്ളത് ഇതിൽ ഇറങ്ങിയപ്പോൾ മനസ്സിലായി. ഇതൊരു പ്രോപ്പർ മൂവി ക്രിയേറ്റ് ചെയ്യുന്ന ടീം അല്ലാത്തതുകൊണ്ട്, സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ആർട്ടാണെങ്കിലും ക്യാമറ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും എല്ലാത്തിനും എഡിറ്റിംഗ് ആണെങ്കിലും ഒരാൾ മാത്രം ഓരോ റോൾ ഏറ്റെടുത്ത് ചെയ്തതല്ല, എല്ലാവരും എല്ലാ റോളിലും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ പ്രോജക്റ്റ് കൊടുക്കാനുള്ള മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ ഈ ഒരു സൈഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫൈനൽ പ്രോജക്റ്റ് വേണം. ദെൻ അതിൽ നിന്ന് കുറച്ച് നല്ല ഔട്ടുകൾ കൊണ്ടുവരണം എന്നുള്ളൊരു ഇന്റൻഷനും ഇതിന്റെ ബാക്കിലുണ്ട്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് കൊണ്ട് ഞങ്ങളുടെ ടീമിന്റെ ഷോർട്ട് ഫിലിം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സക്സസ് ആയിട്ടുള്ളത് ഈ ആൾക്കാരുടെ ഇടയിലാണ്. അതൊരു പക്ഷേ അവാർഡ്സും സർട്ടിഫിക്കറ്റ്സും സെറമണീസും പരിപാടിയൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് എപ്പോഴും ഉറപ്പാണ് ഞങ്ങളുടെ ടീമിന്റെ സ്റ്റോറി ആൾക്കാർ കണക്ട് ആയിട്ടുണ്ടെന്നുള്ളത്. ഡിസൈൻ സ്കൂളിലെ ഈ സ്പേസിലേക്ക് വന്ന ശേഷം അയാൾക്ക് വേണ്ട രീതിയിലെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ലൈക്ക് അതുവരെ ഉണ്ടായിരുന്ന അയാളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന്, അല്ലെങ്കിൽ അതുവരെ അയാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതിനുള്ള ഒരു മേജർ സ്പേസ് ആണ് നമ്മൾ ഈ ഒരു 7 ഡേ ഫൈനൽ പ്രോജക്റ്റിൽ കൊടുക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് പേഴ്സണലി എനിക്കുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 7 ദിവസം കൊണ്ട് ഒരു പ്രൊജക്റ്റ് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. അതൊരു ഇത്രത്തോളം വലിയൊരു ബിഗ് പ്രൊജക്റ്റ് തന്നെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് വന്നു. കുറെ കൂടെ സോഫ്റ്റ്വെയറിനെ പറ്റി പഠിക്കാൻ പറ്റി. നമുക്ക് ആകെ ഒരു 10-12 ഡേയ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ബട്ട് ഇറ്റ് വാസ് എ ചാലഞ്ച്. ഞാൻ എന്നെ തന്നെ ചാലഞ്ച് ചെയ്യായിരുന്നു, ഇത് ചെയ്യണം എന്ന്, ഇത് ബെറ്റർ ആക്കണം എന്ന്. എൻ്റെ വർക്ക്സ് എനിക്ക് കുറെ കൂടെ അപ്സ്കിൽ ചെയ്യണം, എനിക്ക് എൻ്റെ നീഷ് ചൂസ് ചെയ്യണം. ഇങ്ങനത്തെ ഓരോ മൈൻഡ് സെറ്റിലൊക്കെയാണ് ഞാൻ ഇതെന്നെ തന്നെ ഒരു ചാലഞ്ചായിട്ട് കണ്ട് ഇത് ഗുഡായി കഴിഞ്ഞാൽ ഞാനിത് ഫോക്കസ് ചെയ്യും എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ പോയത്. ആൻഡ് ഈവൻ ദോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ക്രേസി ആൻഡ് ഡിഫിക്കൽട്ട്, ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. സോ ഡിസൈൻ സ്കൂളിൽ വരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഫ്രം ഡേ 1 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻ ദ എൻഡ് ഗ്രാജുവേഷൻ ടൈമിൽ ഇയാൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലൈക്ക് ഒരു ഇൻഡസ്ട്രി വർത്തി ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിലേക്കാണ് എല്ലാം വരുന്നത്. ലൈക്ക് ഇവിടെ ചെയ്യുന്ന ക്ലാസ്സിൽ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റുകൾ മുതൽ ഇവർ ഫൈനൽ പ്രോജക്റ്റായി ചെയ്യുന്ന ഫൈനൽ പ്രോജക്റ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറേയും കൂടി ഒരു റിയൽ ലൈഫ്, അല്ലെങ്കിൽ റിയൽ പീപ്പിൾ, അല്ലെങ്കിൽ റിയൽ ഡാറ്റ, അല്ലെങ്കിൽ റിയൽ എക്സ്പീരിയൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ കൊടുക്കാറ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഒരു ബിഗിനറുടെ പോർട്ട്ഫോളിയോയിലേക്ക് വരുന്ന സമയത്ത് അയാൾക്ക് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഫീൽഡിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനും, അല്ലെങ്കിൽ നാളെ അയാളെ ഒരു ടീം ഹയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് വളരെ ഫൗണ്ടേഷനുള്ള ഒരു പ്രോജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിൻ്റെ കേസ് സ്റ്റഡി ഡീറ്റെയിൽ ആയി പറഞ്ഞുകൊണ്ട്, ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബിഗിനർ ഡിസൈനറുടെ മോക്കപ്സിൽ കാണിച്ചിട്ടുള്ള വർക്കിനപ്പുറത്തേക്ക് അയാൾ എന്താണ് ഇറങ്ങി ചെയ്തത്, എന്ത് കോൺട്രിബ്യൂഷനാണ് എന്ത് ഇമ്പാക്റ്റിലേക്ക് ലീഡ് ചെയ്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവും. സോ അത്തരം ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവർ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ബേസിക്കലി എല്ലാം എക്സ്പ്ലോർ ചെയ്യുക, എല്ലാം ചെയ്ത് നോക്കുക.
ലൈക്ക് നിങ്ങൾ അതിൽ ഗുഡാണോ ഗുഡല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അതിൽ സ്കില്ലുണ്ടോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അത് ചെയ്ത് നോക്കുന്നതിലൂടെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, ലൈക്ക് അവരുടെ ഔട്ട് ഉണ്ട്. സോ ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു നല്ല പോർട്ട്ഫോളിയോ ആയിരിക്കും ഇൻ ദ എൻഡ് അവരുടെ കയ്യിലുണ്ടാവുക. ലേറ്റർ അവരെ നല്ല പ്ലേസ്മെന്റ്സിലേക്കും അല്ലെങ്കിൽ അവർ ഡ്രീം ചെയ്യുന്ന അവരുടെ ഏരിയയിൽ വർക്ക് ചെയ്യാനെല്ലാം അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പോർട്ട്ഫോളിയോ ആയിരിക്കും.